നാദരൂപാത്മകൻ പിന്നീടൊരിക്കൽ ആ നാരദൻ പുത്രിയെ പറ്റി പറഞ്ഞ നാൾ, തന്നുള്ളിൽ ഒന്നാമതുണ്ടായ മോഹമാണ് ഒന്നു മകളെ ഒരു നോക്കു കാണുവാൻ, കണ്ടൊന്നു മാപ്പു ചോദിക്കുവാൻ, ആമണി ചുണ്ടിലൊരച്ഛൻ്റെ മുത്തം കൊടുക്കുവാൻ. വയലാറിൻ്റെ രാവണപുത്രി എന്ന കവിതയിലെ വരികളാണ്. രാവണപുത്രി ഗംഭീരമായൊരു കവിതയാണ്. നമ്മൾ അതുവരെ കേട്ടുപഠിച്ച രാക്ഷസ രാജാവായ 10 തലയുള്ള സീതയെ തട്ടിക്കൊണ്ടുപോയ രാമൻ്റെ അമ്പേറ്റു മരിക്കുന്ന ക്രൂരനായ രാവണൻ എന്ന സങ്കല്പത്തെ പൂർണ്ണമായും മനുഷ്യപക്ഷത്തേക്ക് ഉള്ളിൽ കരയുന്ന ഒരച്ഛനായി മാറ്റി പ്രതിഷ്ഠിച്ച കവിതയാണ് രാവണപുത്രി. രാവണന്റെ മകളാണ് സീത എന്ന കമ്പരാമായണത്തെ മനോഹരമായി രാവണപുത്രിയിലൂടെ വയലാർ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാം പറഞ്ഞ് മകളുടെ കാൽ പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങിത്തിരിക്കവേ, തന്നെഞ്ചിൽ വീണ കുമാരി തൻ മായാത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം തളിർത്തുപോയി എന്ന് നിസാരനായി നിന്ന് കരയുന്ന രാക്ഷസ രാജാവല്ലാത്ത അച്ഛനെ അവതരിപ്പിച്ച കവിതയാണ് രാവണപുത്രി. അങ്ങനെ എത്ര കവിതകൾ. ഇപ്പോൾ വയലാറിന്റെ താടക എടുത്തു നോക്കൂ. നിങ്ങൾ രാക്ഷസി എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു കഥാപാത്രത്തെ രാജകുമാരിയായി അവതരിപ്പിച്ചില്ലേ? വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ, ആദ്യമായി ആര്യവംശാധിപത്യത്തെ അകറ്റിയ ദ്രാവിഡ രാജകുമാരിയാം താടക. ഇങ്ങനെ ചരിത്രത്തെ പുരാണത്തെ ഒക്കെ പല തരത്തിൽ ആവിഷ്കരിക്കപ്പെട്ട കലാപാരമ്പര്യമുള്ളൊരു നാടാണിത്. അവിടെ നിങ്ങൾ ഏത് രാഷ്ട്രീയത്തെ, ഏത് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ഏത് സിനിമയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചാലും അത് പൂർണ്ണമായും പ്രതിരോധിക്കാനുള്ള ചരിത്രവും രാഷ്ട്രീയവുമുള്ള ഒരു നാടാണ് കേരളമെന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. സീതയെ കൊണ്ട് രാമൻ്റെ മുഖത്ത് നോക്കി ഞാൻ പാവയാണോ എന്ന് ചോദിപ്പിച്ച രാഷ്ട്രീയമുള്ളൊരു നാടാണ്. അരുതന്തൈ വീണ്ടും എത്തി നിൻ തിരുമുമ്പിൽ തെളിവേകി ദേവിയായി മരുവീടണമെന്ന് മന്നവൻ കരുതുന്നോ, ശരി പാവയോ ഇവൾ എന്ന് ചോദിപ്പിച്ച പാരമ്പര്യമുള്ളൊരു നാടാണ്. അതുകൊണ്ട് വൈജാത്യത്തിൻ്റെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാനും വൈരാഗ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ പാടെ തള്ളിക്കളയാനും കഴിയുന്ന കലാപാരമ്പര്യമുള്ള സ്വത്വബോധമുള്ള ഈ ഒരു നാടാണിത്. നിങ്ങൾ ഏത് കേരള സ്റ്റോറിയുമായി വന്നാലും അത് ഈ നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ, ഈ നാടിൻ്റെ സ്വത്വബോധത്തെ ഒട്ടുമേ ബാധിക്കില്ല എന്ന് ആവർത്തിച്ച് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു.